മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ സെക്രട്ടറിയായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കറെ നിയമിച്ചതിനെതിരെ സിപിഎമ്മും ബിജെപിയും രംഗത്ത്. കൂളിംഗ് പീരീഡ് പാലിക്കാതെയുള്ള ഈ നിയമനം തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ നിഷ്പക്ഷത തകർക്കുമെന്ന് ഇടതുപക്ഷം ആരോപിക്കുന്നു. ബംഗാളിലെ സമാന സംഭവത്തിൽ മുൻപ് വിമർശനം ഉന്നയിച്ച രാഹുൽ ഗാന്ധിയെ ബിജെപിയും പരിഹസിക്കുന്നു. എന്നാൽ നിയമനത്തിൽ രാഷ്ട്രീയമില്ല എന്നും സ്വാഭാവിക നടപടി മാത്രമാണെന്നുമാണ് സർക്കാരിന്റെ വിശദീകരണം. എം.ജി. പ്രതീഷ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാനുണ്ട്. പ്രതീഷേ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ബംഗാൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രണ്ട് സ്ഥലത്ത് രണ്ട് നിയമം, ഇതെന്താണ് ഒരു ഇരട്ട നീതിയുടെ സ്വഭാവത്തിലേക്ക് ഈ കോൺഗ്രസിന്റെ സർക്കാർ പോകുന്നത് എന്നുള്ളതാണ് വിമർശനമായി ഉന്നയിക്കുന്നത്. ഉദ്ദിഷ്ട കാര്യത്തിന് ഒരു ഉപകാരസ്മരണയാണോ ഇതെന്ന് CPM സംശയിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ വിവാദം ഇന്നോ നാളെയോ അവസാനിക്കാൻ പോകുന്നില്ല, ഇത് തുടരാൻ തന്നെയാണ് സാധ്യത, അല്ലേ? ഷിഹാസ്, ശ്രുതി, ഗുഡ് മോർണിംഗ്. തീർച്ചയായും, കാരണം കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ സെക്രട്ടറിയായി രത്തൻ യു ഖേൽക്കറിന് നിയമനം നൽകിയത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പദവിയിൽ നിന്നാണ് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി സ്ഥാനത്തേക്ക് രത്തൻ യു ഖേൽക്കർ എത്തുന്ന നിയമനമാണ് പ്രധാനമായും പ്രതിപക്ഷം ഒന്നടങ്കം ചോദ്യം ചെയ്യുന്നത്. പ്രധാനമായും CPM-ഉം BJP-യും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഷിഹാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ബംഗാളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ ചീഫ് സെക്രട്ടറിയാക്കിയ നിയമനം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രധാനമായും ഈ UDF സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത്. അന്ന് രാഹുൽ ഗാന്ധിയാണ് കടുത്ത വിമർശനം ബംഗാളിലെ ആ നിയമന നടപടിക്കെതിരെ ഉന്നയിച്ചത്. ആ വിമർശനം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ തെരഞ്ഞെടുപ്പ് കൊള്ളയ്ക്കുള്ള ഉപകാരസ്മരണ എന്ന് വിമർശിച്ച രാഹുൽ ഗാന്ധി കേരളത്തിലും അത്തരത്തിലുള്ള വിമർശനം ഉന്നയിക്കുമോ എന്നതാണ് പ്രധാനമായും CPM-ഉം BJP-യും ചോദിക്കുന്ന കാര്യം. സാധാരണഗതിയിൽ ഈ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് മറ്റ് സുപ്രധാന ചുമതല നൽകുകയാണെങ്കിൽ അതിനൊരു സമയം, അല്ലെങ്കിൽ ഒരു സാവകാശം, അല്ലെങ്കിൽ ആ പദവികളിൽ നിന്ന് കുറച്ച് സമയം മാറ്റിയതിനു ശേഷമായിരിക്കും അത്തരത്തിൽ നിയമനങ്ങൾ സാധാരണ നൽകാറുള്ളത്. പക്ഷേ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള പ്രധാനപ്പെട്ട ഒരു പദവിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിക്കുമ്പോൾ അതിൽ ഒരു കരുതൽ സ്വീകരിക്കാമായിരുന്നു എന്നതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ഒരു കൂളിംഗ് പീരീഡ് പോലും ഇല്ലാതെയുള്ള നിയമനമാണ് പ്രധാനമായും പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നത്. അത് തിരഞ്ഞെടുപ്പിന്റെ സുതാര്യത ഉൾപ്പെടെ ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ള വിമർശനം പ്രധാനമായും ഉയരുന്നുണ്ട്. പക്ഷേ അതിൽ മറ്റ് ദുരൂഹതകളൊന്നും തന്നെ ഇല്ലാതെ സ്വാഭാവിക നടപടി എന്നതാണ് സർക്കാർ വിശദീകരിക്കുന്നത്. ഒപ്പം ഈ CPM-ന്റെയും BJP-യുടെയും ആരോപണങ്ങൾക്ക് കോൺഗ്രസ് ഇതുവരെയും മറുപടി പറഞ്ഞിട്ടില്ല. ആ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് ഇന്ന് സർക്കാർ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ മറുപടി പറയുമെന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഷിഹാസ്, ശ്രുതി. ശരി, MG പ്രതീഷാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കടുത്ത വിമർശനം CPM-ന്റെയും BJP-യുടെയും ഭാഗത്തുനിന്നുണ്ടാകുമ്പോഴും നിയമനത്തിൽ രാഷ്ട്രീയമില്ല എന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്നത്.